ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചുമായിട്ടാണ്. ഗായ്സ് ഗായ്സ്, ഈ 5 കിലോ ബിരിയാണി എന്നെ കൊണ്ട് കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഗായ്സ്. എന്നാലും 100% അത് കഴിച്ചു തീർക്കാൻ നോക്കും ഗായ്സ്. അപ്പൊ എങ്ങനെ ഗായ്സ്, തുടങ്ങിയാലാ? അതൊക്കെ കടിച്ച് പറി. ഗായ്സ്, ഉമ്മ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഒരു രക്ഷയില്ല. കുഴച്ചൊരു അടി അടി. ഉമ്മമാരെ കൊണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, ഇത് ടേസ്റ്റ് പറഞ്ഞാൽ പറ്റും. പിന്നെ ആ കാലൊക്കെ എടുത്ത് അങ്ങോട്ട് കടിച്ച് പറി. അങ്ങനെ തന്നെ അത് മൊത്തം തിന്ന് തീർക്കായിരുന്നു. ഇതൊന്ന് മൊത്തം ഞാൻ തിന്ന് തീർക്കും. മൊത്തം തിന്നാ മതി. അത് തൊണ്ട ഇരിക്കുന്നുണ്ട് ഗൈസ്, അറിയാൻ വയ്യ. ഉണ്ടായിരുന്ന ചത്ത്. ആ കോഴിക്ക് ഉயிருണ്ടായിരുന്ന ഇപ്പൊ നിന്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ചു. ഗൈസ്, ചിക്കൻ കാലിന്റെ ഫാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഒന്നുകൂടെ ഉണ്ടാക്കിയത് വരുമോ? ആദ്യം ഉള്ളത് തീരുമെന്ന് നോക്കട്ടെ. മിക്കവാറും ഞാൻ തിന്നേണ്ടി വരും. ഗൈസ്, കാൽഭാഗം കഴിഞ്ഞു ഗൈസ്, എന്നാണ് എന്റെ പ്രതീക്ഷ. കാൽഭാഗമല്ല, കാലിന്റെ ഭാഗം കഴിഞ്ഞു. ബാക്കി ഇരിക്കണേ ഉള്ളു. 5 കിലോ ബിരിയാണി പിള്ളേര് കഴിയാ. കഴി അതൊക്കെ എന്ത്, ഇതൊക്കെ പെട്ടെന്ന് ഞാൻ തീർക്കൂല. പിന്നെ സംശയമുണ്ടാ? ഇത് എന്റെ മനസ്സ് പറയണ ബാക്കി ഞാൻ തിന്നേണ്ടി വരും. അതിനുള്ള അവസരം ഞാൻ ഒരുക്കൂല. ഓ, തോന്നും. എന്നെ കൊണ്ട് തോന്നണില്ല, നീ തോക്കും. ആ തിന്ന് തീർത്തിട്ടേ ഇവിടുന്ന് എണിക്കൂ. അപ്പൊ നീ എണീക്കണ്ട, അവിടെ ഇരുന്നോ. രാത്രി ആയാൽ ഞാൻ തിന്ന് തീർക്കും. രാത്രിയുടെ നീ ഇരുന്നാ മതി. ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ തുടക്കത്തില്. ഇപ്പൊ മറുകി വന്നാ ആന ബിരിയാണി, ഒട്ടക ബിരിയാണി എന്നെ തിന്നുവന്ന എന്തൊക്കെയാ പറയുന്ന കേട്ടല്ലേ. വെള്ളം കുടിക്കട്ടെ. കണ്ണൊക്കെ വെളിയിലോട്ട് തള്ളി. വെള്ളം കുടി. കണ്ണിന്നൊക്കെ വെള്ളം വരണം. മലമ്പാമ്പാടാ വയറ്റില്. കൊതിയൊന്നും വിടല്ലേ. ഗായ്സ്, പറ്റുമെന്ന് തോന്നുന്നു ഗായ്സ്. തലയെ കാണണം. ഒരു 95% തീർന്നു. ഇച്ചിരി കൂടെ ഉള്ളു. ഇല്ല, പറ്റൂല. ബിരിയാണി കഴിച്ച് മരിക്കൂ. അവസാനത്തെ ബിരിയാണിയാണോ ഇത്? ചിരിക്കല്ലേ, ചിരിച്ചു കഴിഞ്ഞാ തീർന്നു. മണ്ടേ കയറിയാ തീർന്നു. തോൽവി സമ്മതിച്ച
പരാജയപ്പെട്ട ഈ കാൽക്കൽ വന്ന അടിയറവ് പറ. ഇല്ലേ കണ്ണൊക്കെ തള്ളിയടാ. ഇനി സമ്മതിച്ചില്ലെന്നുണ്ടെങ്കിൽ നിന്റെ കട്ടയും പടവും മടങ്ങും. എന്റെ പൊന്നോ. അയ്യോ പറ്റുമോ? അതാ പരാജയം സമ്മതിക്കണം. ഇല്ല പറ്റൂലെന്നാ ചെല്ലണ ഞാനെടുത്ത് ചോദിച്ചത്. എന്നാലും ഒരു 5 കിലോ എന്തായാലും 4-4.5 കിലോ ആക്കാക്കി ഞാൻ തിന്നു ഗൈസ്. 5 കിലോ. ഞാൻ പറയണ എന്റെ 2 കാലുകളും ഫ്രീ ആണ്. അടിയറവ് പറഞ്ഞു. തോറ്റ് ഗൈസ്. തോറ്റാ ഞാൻ പരാജയം. തോക്കണം. വെള്ളം കുടി അതെങ്കിലും നടക്കട്ടില്ല എന്നുണ്ടെങ്കിലേ കട്ടയും പടവും മടങ്ങും. ശരിയാവൂല. അവിടെ വിയർത്തടായിരുന്നു. ഒരു 5 മിനിറ്റ് സമാനമായിട്ട് ഇരിയില്ല എന്നുണ്ടെങ്കിലേ ചാവാൻ കിടന്നാല് സമ്മതിച്ചു തരൂല, വിട്ടുകൊടുക്കൂലല്ലേ. മതിയടാ തോട്ടാ പോടാ. പരാജയപ്പെട്ട തോറ്റ അങ്ങനെ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് ഗായ്സ്. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ ഗായ്സ്. ഞാനാണെങ്കിൽ ഒരു പ്ലേറ്റ് ബിരിയാണി തന്നെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് തിന്നണം. ഇവൻ എങ്ങനെയാണോ ഇത് 4.5 കിലോയൊക്കെ തിന്നത്. ഇത് 4.5 കിലോ കൂടുതൽ കാണും. ഇനിയിപ്പോ കുറച്ച് ചോറും കൂടെ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാം തിന്നു. അപ്പൊ എന്തായാലും പൊരുതി അവസാനം തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. പരാജയം ഞാൻ സമ്മതിച്ചു ഗൈസ്. ഇനി കഴിച്ചോ ശരിയാവില്ല. എന്റെ കാര്യം തീരുമാനമോ. അപ്പൊ ഗായ്സ് നമ്മുടെ 5 kg ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചിൽ ഞാൻ സക്സസ്ഫുള്ളി പരാജയപ്പെട്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ഇതിലൊന്നും തളരാൻ പോകുന്നില്ല ഗായ്സ്. എന്തായാലും ഇതിനേക്കാൾ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.